വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നവംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങൾ. ഇനി വരുന്ന PSC പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കുന്ന ഭാഗമാണ് ആനുകാലികങ്ങൾ. ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത്? ഉത്തരം രോഹിത് ശർമ്മ. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് രോഹിത് ശർമ്മ. ശിശുദിനം പ്രമേഹദിനം? ഉത്തരം നവംബർ 14. ശിശുദിനവും പ്രമേഹദിനവും നവംബർ 14. അടുത്ത ചോദ്യം, അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷൻ? ഉത്തരം മൈത്രി 2. അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷൻ മൈത്രി 2. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത്? ഉത്തരം മൈസൂർ. രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത്? ഉത്തരം മൈസൂർ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തിവല കണ്ടെത്തിയ അൽബിനിയ ഗ്രീസ് അതിർത്തിയിലെ ഗുഹ? ഉത്തരം സൾഫർ ഗുഹ. ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തിവല കണ്ടെത്തിയ അൽബിനിയ ഗ്രീസ് അതിർത്തിയിലെ ഗുഹയുടെ പേരാണ് സൾഫർ ഗുഹ. ഒന്നുകൂടി നോക്കാം. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത്? ഉത്തരം രോഹിത് ശർമ്മ. ശിശുദിനവും പ്രമേഹദിനവും? ഉത്തരം നവംബർ 14. അടുത്ത ചോദ്യം, അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷൻ? ഉത്തരം മൈത്രി 2. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത്? ഉത്തരം മൈസൂർ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തിവല കണ്ടെത്തിയ അൽബിനിയ ഗ്രീസ് അതിർത്തിയിലെ ഗുഹ? ഉത്തരം സൾഫർ ഗുഹ. സൾഫർ ഗുഹ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത്? ഉത്തരം മൈസൂർ. രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത്? ഉത്തരം മൈസൂർ. ദേശീയ പത്രദിനം? ഉത്തരം നവംബർ 16. ദേശീയ പത്രദിനം എന്ന്? ഉത്തരം നവംബർ 16. അടുത്ത ചോദ്യം, 2025 നവംബറിൽ അന്തരിച്ച ബോളിവുഡ് നടി? ഉത്തരം കാമിനി കൗശൽ. 2025 നവംബറിൽ അന്തരിച്ച ബോളിവുഡ് നടി? ഉത്തരം കാമിനി കൗശൽ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വ്യാപാര മേഖലയിലെ കേരളത്തിലെ പവലിയൻ ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം പിണറായി വിജയൻ. അന്താരാഷ്ട്ര വ്യാപാര മേഖലയിലെ കേരളത്തിലെ പവലിയൻ ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം പിണറായി വിജയൻ. അടുത്ത ചോദ്യം, കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായി സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതി? ഉത്തരം ദീപ്തി ബ്രെയിൻ. കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായി സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതി? ഉത്തരം ദീപ്തി ബ്രെയിൻ. അടുത്ത ചോദ്യം, ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും അവിടെ വാസയോഗ്യമാണോ എന്നതിനെക്കുറിച്ചും പഠിക്കാനുള്ള നാസയുടെ ദൗത്യം? എസ്കാപാഡ്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത്? ഉത്തരം മൈസൂർ. ദേശീയ പത്രദിനം? ഉത്തരം നവംബർ 16. അടുത്ത ചോദ്യം, 2025 നവംബറിൽ അന്തരിച്ച ബോളിവുഡ് നടി? ഉത്തരം കാമിനി കൗശൽ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വ്യാപാര മേഖലയിലെ കേരളത്തിലെ പവലിയൻ ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം പിണറായി വിജയൻ. അടുത്ത ചോദ്യം, കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായി സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതി? ഉത്തരം ദീപ്തി ബ്രെയിൻ. അടുത്ത ചോദ്യം, ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും അവിടെ വാസയോഗ്യമാണോ എന്നതിനെക്കുറിച്ചും പഠിക്കാനുള്ള നാസയുടെ ദൗത്യം? എസ്കാപാഡ്. അടുത്ത ചോദ്യം, 2026 IPL മലയാളി താരം സഞ്ജു സാംസണിനെ സ്വന്തമാക്കിയത്? ഉത്തരം ചൈനീസ് സൂപ്പർ കിങ്സ്. 2026 IPL മലയാളി താരം സഞ്ജു സാംസണിനെ സ്വന്തമാക്കിയത്? ഉത്തരം ചെന്നൈ സൂപ്പർ കിങ്സ്. അടുത്ത ചോദ്യം, 2025 നവംബറിൽ അന്തരിച്ച കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിൻ്റെ മുൻ ഡയറക്ടറും ശാസ്ത്ര ചിന്തകനുമായ വ്യക്തി? ഉത്തരം പ്രൊഫസർ VK ദാമോദരൻ. 2025 നവംബറിൽ അന്തരിച്ച കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിൻ്റെ മുൻ ഡയറക്ടറും ശാസ്ത്ര ചിന്തകനുമായ വ്യക്തി? ഉത്തരം പ്രൊഫസർ VK ദാമോദരൻ. അടുത്ത ചോദ്യം, മനുഷ്യരിൽ ആദ്യമായി H5N5 പക്ഷിപ്പനി സ്ഥിരീകരിച്ച അമേരിക്കൻ സംസ്ഥാനം? ഉത്തരം വാഷിങ്ടൺ. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക.
2026 IPL മലയാളി താരം സഞ്ജു സാംസനെ സ്വന്തമാക്കിയത്? ഉത്തരം ചെന്നൈ സൂപ്പർ കിങ്സ്. അടുത്ത ചോദ്യം, 2025 നവംബറിൽ അന്തരിച്ച കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിന്റെ മുൻ ഡയറക്ടറും ശാസ്ത്ര ചിന്തകനുമായ വ്യക്തി? ഉത്തരം പ്രൊഫസർ VK ദാമോദരൻ. അടുത്ത ചോദ്യം, മനുഷ്യരിൽ ആദ്യമായി H5N5 പക്ഷിപ്പനി സ്ഥിരീകരിച്ച അമേരിക്കൻ സംസ്ഥാനം? ഉത്തരം വാഷിംഗ്ടൺ. അടുത്ത ചോദ്യം, മെറ്റയുടെ AI വിഭാഗത്തിന്റെ തലവനായി നിയമിതനായത്? ഉത്തരം അലക്സാണ്ടർ വാങ്. മെറ്റയുടെ AI വിഭാഗത്തിന്റെ തലവനായി നിയമിതനായത്? ഉത്തരം അലക്സാണ്ടർ വാങ്. അടുത്ത ചോദ്യം, 2025 നവംബറിൽ സർക്കാരിനെതിരെ യുവജന പ്രക്ഷോഭം നടന്ന രാജ്യം? ഉത്തരം മെക്സിക്കോ. 2025 നവംബറിൽ സർക്കാരിനെതിരെ യുവജന പ്രക്ഷോഭം നടന്ന രാജ്യം? ഉത്തരം മെക്സിക്കോ. അടുത്ത ചോദ്യം, കോമൺവെൽത്ത് അണ്ടർ-12 ഗെയിംസ് ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത്? ദിവി ബിജേഷ്. കോമൺവെൽത്ത് അണ്ടർ-12 ഗേൾസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്? ഉത്തരം ദിവി ബിജേഷ്. അടുത്ത ചോദ്യം, തെരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണ്ണവും പുതുക്കിയതും ആയിരിക്കണം എന്ന് ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പദ്ധതി? ഉത്തരം SIR, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. തെരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണ്ണവും പുതുക്കിയതുമായിരിക്കണം എന്ന് ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഉത്തരം SIR. അടുത്ത ചോദ്യം, പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി? ഉത്തരം KTIC. പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി? ഉത്തരം KTIC. അടുത്ത ചോദ്യം, ആധാർ വിവരങ്ങൾ സുരക്ഷിതമായി പങ്കുവയ്ക്കുന്നതിനുള്ള സംവിധാനത്തിനായി അവതരിച്ച ആപ്പ്? ഉത്തരം ആധാർ വിവരങ്ങൾ സുരക്ഷിതമായി പങ്കുവയ്ക്കുന്നതിനുള്ള സംവിധാനത്തിന് അവതരിപ്പിച്ച ആപ്പ് ആധാർ. അടുത്ത ചോദ്യം, നവംബർ 20. ഉത്തരം ആഗോള ശിശുദിനം. ആഗോള ശിശുദിനം നവംബർ 20. അടുത്ത ചോദ്യം, റോഡ് ബ്ലോക്ക് ആക്കി പാർക്ക് ചെയ്ത വാഹനത്തിന്റെ ഉടമയെ കണ്ടെത്താനും വാഹനത്തിന് ചാവി ഉൾപ്പെടെ നഷ്ടപ്പെട്ടത് എന്തും കണ്ടെത്താനും സഹായിക്കുന്ന മൊബൈൽ ആപ്പ്? ഉത്തരം റിംഗ് ഐ ആപ്പ്. റോഡ് ബ്ലോക്കാക്കിയ പാർക്ക് ചെയ്ത വാഹനത്തിന്റെ ഉടമയെ കണ്ടെത്താനും വാഹനത്തിന്റെ ചാവി ഉൾപ്പെടെ നഷ്ടപ്പെട്ടത് എന്തും കണ്ടെത്താനും സഹായിക്കുന്ന മൊബൈൽ ആപ്പിന്റെ പേരാണ് റിംഗ് AI ആപ്പ്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുത്ത് പഠിക്കുക. ഒന്നും കൂടി നോക്കാം. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ ഏകദിന റാങ്കിൽ ഒന്നാമതെത്തിയത്? ഉത്തരം രോഹിത് ശർമ്മ. ശിശുദിനം പ്രമേഹ ദിനം നവംബർ 14. അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷൻ? ഉത്തരം മൈത്രി 2. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത്? ഉത്തരം മൈസൂർ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തി വല കണ്ടെത്തിയ അൽബേനിയ ഗ്രീസ് അതിർത്തിയിലെ ഗുഹ? ഉത്തരം സൾഫർ ഗുഹ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത്? ഉത്തരം മൈസൂർ. അടുത്ത ചോദ്യം, ദേശീയ പത്രദിനം? ഉത്തരം നവംബർ 16. അടുത്ത ചോദ്യം, 2025 നവംബറിൽ അന്തരിച്ച ബോളിവുഡ് നടി? ഉത്തരം കാമിനി കൗശൽ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വ്യാപാര മേഖലയിലെ കേരളത്തിലെ പാവലിയൻ ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം പിണറായി വിജയൻ. അടുത്ത ചോദ്യം, കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായി സാക്ഷരത മിഷൻ നടപ്പാക്കുന്ന പദ്ധതി? ഉത്തരം ദീപ്തി ബ്രെയിൻ. അടുത്ത ചോദ്യം, ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും അവയുടെ വാസയോഗ്യമാണോ എന്നതിനെ കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ ദൗത്യം? എസ്കെഡാക്. അടുത്ത ചോദ്യം, 2026 IPL മലയാളി താരം സഞ്ജു സാംസനെ സ്വന്തമാക്കിയത്? ഉത്തരം ചെന്നൈ സൂപ്പർ കിങ്സ്. അടുത്ത ചോദ്യം, 2025 നവംബറിൽ അന്തരിച്ച കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിന്റെ മുൻ ഡയറക്ടറും ശാസ്ത്ര ചിന്തകനുമായ വ്യക്തി? ഉത്തരം പ്രൊഫസർ VK ദാമോദരൻ. അടുത്ത ചോദ്യം, മനുഷ്യരിൽ ആദ്യമായി H5N5 പക്ഷിപ്പനി സ്ഥിരീകരിച്ച അമേരിക്കൻ സംസ്ഥാനം? ഉത്തരം വാഷിംഗ്ടൺ. ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുത്ത് പഠിക്കുക. അടുത്ത ചോദ്യം, മെറ്റയുടെ AI വിഭാഗത്തിന്റെ തലവനായി നിയമിതനായത്? ഉത്തരം അലക്സാണ്ടർ വാങ്. 2025 നവംബറിൽ സർക്കാരിനെതിരെ യുവജന പ്രക്ഷോഭം നടന്ന രാജ്യം? ഉത്തരം മെക്സിക്കോ. അടുത്ത ചോദ്യം, കോമൺവെൽത്ത് അണ്ടർ-12 ഗേൾസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്? ഉത്തരം ദിവി ബിജേഷ്. അടുത്ത ചോദ്യം, തെരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണ്ണവും പുതുക്കിയതുമായിരിക്കണം എന്ന് ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പദ്ധതി? SIR.
അടുത്ത ചോദ്യം, പട്ടികവർഗ വിഭാഗത്തിൻ്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാകാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി. ഉത്തരം കെ-ടിക്. അടുത്ത ചോദ്യം, ആധാർ വിവരങ്ങൾ സുരക്ഷിതമായി പങ്കുവയ്ക്കുന്നതിനുള്ള സംവിധാനത്തിനായി അവതരിപ്പിച്ച ആപ്പ്. ഉത്തരം ആധാർ. അടുത്ത ചോദ്യം, നവംബർ 20. ഉത്തരം ആഗോള ശിശുദിനം. അടുത്ത ചോദ്യം, റോഡ് ബ്ലോക്ക് ആക്കി പാർക്ക് ചെയ്ത വാഹനത്തിൻ്റെ ഉടമയെ കണ്ടെത്താനും വാഹനത്തിൻ്റെ ചാവി ഉൾപ്പെടെ നഷ്ടപ്പെട്ടത് എന്തും കണ്ടെത്താനും സഹായിക്കുന്ന മൊബൈൽ ആപ്പ് ആണ് റിംഗ് മീ ഐ ആപ്പ്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുത്ത് പഠിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.